അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ ഒരു ആപ്പിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ യു ക്യാൻ ഓൾസോ യൂസ് ഇറ്റ്. ഞാൻ കുറച്ചു നേരം മുമ്പ് ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫില്ലായി. ആ ടൈമിൽ എന്തായാലും നമുക്ക് ഈ ഫോട്ടോസ് വീഡിയോസ് അല്ലാത്തുള്ള വല്ല ബിഗ് സ്റ്റോറേജ് കൺസ്യൂം ചെയ്യണ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം. അതിനകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇമേജസും വീഡിയോസൊക്കെയാണ്. അതിൽ കുറേ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, കുറേ ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്ത കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഓരോന്നെടുക്കും. ഈ ഫോട്ടോ നല്ലതാണോ വേണ്ടതാണോ എന്ന് നോക്കും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ബട്ടൺ നിൽക്കും, കൺഫർമേഷൻ കൊടുക്കും, അല്ലെങ്കിൽ സെലക്ട് ഓൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണ ഒരു പ്രോസസ്സ്, ഈ പ്രോസസ്സ് ഞാൻ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഡേറ്റിംഗ് ആപ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തുള്ള UI, അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, UI ഡിസൈനും ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ റൈറ്റ് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക. സോ അപ്പോൾ ആ ഒരു സെയിം കോൺസെപ്റ്റിൽ തന്നെ ഈ ഇമേജസും വീഡിയോസും ഒരു ആപ്പിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് റൈറ്റ് സ്വൈപ്പ് ചെയ്യുക, അത് ഡിലീറ്റ് ആവില്ല. ബട്ട് നമുക്ക് വേണ്ടാത്തൊരു ഫോട്ടോ ആണെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യാം. സോ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും വിത്തൗട്ട് എനി കൺഫർമേഷൻ കൊടുക്കാൻ തന്നെ. കാരണം അതാണ് എനിക്ക് മെയിനായിട്ട് ഒരു ഇപ്പോൾ കുറേ ഇമേജസ് ഒക്കെ കയറി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതാണ് ഇത്തിരി ഒരു എന്താ പറയുക, അതില്ലെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ ആക്സിഡൻ്റൽ ഡിലീഷൻ. എനിക്ക് ആ ഒരു പോപ്പപ്പ് വരണ്ട, ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. സോ അങ്ങനെ അപ്പോൾ ആ ഒരു ഐഡിയ മൈൻഡിൽ വന്നപ്പോഴാണ് വൈ ഡോണ്ട് ഐ ബിൽഡ് വൺ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള, ലൈക്ക് iOS എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ആൻഡ്രോയിഡ് അങ്ങനത്തെ ഒരു ആപ്പ് ഞാൻ കണ്ടില്ല, വലുതായിട്ടൊന്നും നോക്കില്ല. ബട്ട് അങ്ങനത്തെ ഒരു ആപ്പ് കണ്ടില്ല. ജസ്റ്റ് ഇനി കുറേ തപ്പി നോക്കിയാൽ കിട്ടുമായിരിക്കും. ബട്ട് ഫോർ നൗ അതില്ല എന്ന് അങ്ങനെ നോക്കാം. ഓക്കെ, ഫോർ നൗ അതില്ല എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ AI ആൻഡ് ഈ കോഡിങ് ഫുള്ള് AI ചെയ്യും എന്നുള്ളൊരു ഡിബേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മളുള്ളത്. കോഡ് മൊത്തം AI ചെയ്യും, നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി. ഈ AI വന്നതോടെ നമ്മുടെ ഈ എന്താ പറയുക, ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ബട്ട് ഈ കോഡ് റിവ്യൂ ചെയ്യാനും ഈ കോഡ് എവിടെയൊക്കെ വന്നോന്നറിയാനും നമ്മൾ ഒരു ഐഡിയ വേണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് മീ എ ആപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റ് മീ എ ഫുൾ ഫ്ലെഡ്ജ് വെബ്സൈറ്റ് വിത്ത് ദിസ് എന്നൊക്കെ കൊടുത്താൽ അത് ജനറേറ്റ് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി എ പെർഫെക്റ്റ് വൺ. അപ്പോൾ നമ്മളത് മാനുവലി കുറേ ട്വീക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 5ാമത്തെയൊക്കെ പ്രോംപ്റ്റൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വേറെ വല്ലതൊക്കെ തരും. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ AI വെച്ചുണ്ട്. ബട്ട് ഇഫ് യു നോ ഹൗ ടു പ്രോഗ്രാം, അതിനകത്തുള്ള ഇപ്പോൾ ഒരു സ്ക്രീൻ ആയിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് ഈ ഡേറ്റിംഗ് ആപ്സിൻ്റെ ഈ UI പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ UI എങ്ങനെ ഉണ്ടാക്കണമെന്നും ഈ UIയുടെ മോസ്റ്റ് ഓഫ് ദ കോഡ് മൊത്തം ഈ AI ജനറേറ്റ് ചെയ്ത് തന്നാൽ ഈ ഒരു ആപ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അത് പ്രോഗ്രാമിങ്ങിൻ്റെ സൈഡ്. ഇനി ഈ ആപ്പിൽ എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഇനി ഈ ആപ്പിൽ എന്തൊക്കെ വേണം. സോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണ UI അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു UIയുടെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിൻഡർ അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് പോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് ഇതിൽ കാണിക്കും. ഇത് കാണിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ഓർ റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവം പോസിബിൾ ആണോ അല്ലേന്ന് ആദ്യം അറിയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ChatGPT-നോട് തന്നെ ചോദിച്ച് ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ. സോ അത് പറഞ്ഞു ഇങ്ങനത്തെ ആപ്പ് ഉണ്ടാക്കാം. ഇതിൽ പാക്കേജസ് ഒക്കെ ഉണ്ട്. ഞാൻ Flutter ആണ് യൂസ് ചെയ്യണത് ഈ ഒരു ആപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ ഐ സ്റ്റാർട്ട് ഇൻ ടു പ്രോഗ്രാമിങ്. കാരണം ഇങ്ങനത്തെ ഓരോരോ പ്രോബ്ലംസ് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഇതേപോലെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഐ ലൈക്ക് ടു ഓട്ടോമേറ്റ് മോസ്റ്റ് ഓഫ് ദ തിങ്സ്. അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ബോക്സ്. ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഐ ആം ഇൻ ടു ഓട്ടോമേറ്റിംഗ് സ്റ്റഫ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പ്രോഗ്രാമിങ്ങും ഈ എംബഡഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കാരണം.
ഓർ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു ഇതിൽ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ഉണ്ടാക്കണം. അല്ല ഇപ്പോൾ വേറൊരു ഫീച്ചർ എനിക്ക് ഇതിൽ വേണമെന്ന് തോന്നിയത്, ഇപ്പോൾ ഗാലറിയിൽ ഇല്ലാത്ത കുറേ ഫോട്ടോസാണ്, അല്ലെങ്കിൽ ഗാലറിയിൽ കാണിക്കാത്ത കുറേ ഫോട്ടോസാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വേറെ ആരെങ്കിലും നിന്നും ഷെയർ ചെയ്ത് മേടിച്ച ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ഫോൾഡറാണെന്ന് വിചാരിക്കും. ആ ഫോൾഡറിനകത്ത് കുറേ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഈ ആപ്പ് ഈ ഫോൾഡറിൽ നിന്ന് ഈ ഫോട്ടോസൊക്കെ ഫെച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള ഫോട്ടോസ് മാത്രമേ ഇതിൽ ഓരോന്നായിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് റൈറ്റ് ഓർ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കളയാം. സോ അപ്പോൾ അതൊരു ഈസി പ്രോസസ്സായിരിക്കും. ഇപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തായാലും വെറുതെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിനകത്ത് കുറേ നല്ലതുണ്ടാവും, കുറേ മീഡിയോക്കർ, കുറേ കൊള്ളില്ലാത്ത ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ കൊള്ളില്ലാത്ത ഫോട്ടോസൊക്കെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ്, നെറ്റൊന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ആ ടൈമിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറാം. എന്നിട്ട് ജസ്റ്റ് എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ വരും. നമ്മൾ മറന്നുപോയ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ സ്റ്റോറേജ് ഫില്ലാകുമ്പോഴായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കണത് തന്നെ. അപ്പോൾ ഇതൊരു ബോറടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫൺ ടൈപ്പ് ഓഫ് തിങ് ആക്കിയാൽ നമ്മുടെ സ്റ്റോറേജും സേവ് ആവും, നമുക്ക് നമ്മുടെ ടൈമും പാസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ആപ്പ് ഉണ്ടാക്കാനുള്ള റീസൺസ്. ഓക്കെ, അപ്പോൾ ഈ ആപ്പ് ഓക്കെ, ലെറ്റ്സ് ബിൽഡ് ഇറ്റ്. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡ് മൊത്തം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊണ്ടുവരാം. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ സബ്സ്ക്രൈബ്. ഇപ്പോൾ ഉള്ളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വല്ല ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, അതും ആഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു APK ആക്കാം. സോ യു ക്യാൻ ഓൾസോ യൂസ് ഇറ്റ്. അപ്പോൾ പറ്റുമെങ്കിൽ പ്ലേ സ്റ്റോറിലും ഹോസ്റ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ വൺ തിങ്, ഞാൻ ആക്ച്വലി സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, യു നീഡ് ടു ബിൽഡ് സംതിങ് that people actually use. ഇതിപ്പോൾ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യാനുള്ള ആപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ബട്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ആപ്പിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ യു ക്യാൻ ഓൾസോ യൂസ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് ടു മേക്ക് മീ മോട്ടിവേറ്റ്, യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഐഡിയ വാലിഡേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യണത് തന്നെ. ആൻഡ് ഐ വിൽ ഷെയർ ഓൾ ദ ബിഹൈൻഡ് ദ സീൻസ്, അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഫ്രം ദി ഐഡിയ ടു ദ പ്രൊഡക്റ്റ് അറ്റ് ദി എൻഡ് വരെയുള്ള കാര്യങ്ങളും ഫേസ് ചെയ്ത ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിലൂടെ തന്നെ ഷെയർ ചെയ്യും. അപ്പോൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. Bye. And also thank you for watching.